മീറ്റ് ദ എക്സ്പെർട്ടിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റിലോട്ട് സ്വാഗതം. ഇന്ന് ഗർഭാവസ്ഥയിലുള്ള പല രീതിയിലുള്ള മഞ്ഞപ്പിത്തങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കാരിത്താസിലെ ഗാസ്ട്രോഭാഗം മേധാവി ഡോക്ടർ ടോം ഗ്രീൻ സാറാണ്. സാർ സ്വാഗതം. താങ്ക് യു. സാർ, ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പല രീതിയിലുള്ള മഞ്ഞപ്പിത്തങ്ങളുണ്ടല്ലോ. അപ്പം ഏതൊക്കെ ടൈപ്പാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്? പ്രധാനമായും പ്രഗ്നൻസിയിൽ രണ്ട് തരത്തിലുള്ള മഞ്ഞപ്പിത്ത അവസ്ഥകൾ കണ്ടുവരുന്നു. ഒന്നാമത് സാധാരണ എല്ലാവരിലും കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം ഗർഭിണികളെയും ബാധിക്കാം. അത് ഹെപ്പറ്റൈറ്റിസ് എ, ബി, ഇ ഈ 3 വൈറസുകളാണ് സാധാരണ ഗർഭിണികളെ ബാധിക്കുന്നത്. സാർ, ഇത് വന്ന ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു 6 മാസമായി ഹെപ്പറ്റൈറ്റിസ് എ വന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഗർഭിണികൾ വരുമ്പോഴത്തേക്ക് പലപ്പോഴും അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ബി ചിലപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുമായിരിക്കാം. ചിലപ്പം 3-4 മാസത്തേക്ക് അല്ലെങ്കിൽ വർഷങ്ങളോളം രോഗിയെ ബാധിക്കാം. പിന്നെ മൂന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞ വൈറസാണ്. അത് പലപ്പോഴും ഗർഭിണികൾക്ക് ജീവഹാനി തന്നെ ഉണ്ടാക്കും. അവളുടെ കരുതലോടെ ചികിത്സിക്കേണ്ട അവസ്ഥയാണ്. ഒരു മദറിൻ്റെ മോർട്ടാലിറ്റി ഒക്കെ മദറിന് മോർട്ടാലിറ്റി കൊണ്ട് കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് വന്നു കഴിയുമ്പോൾ. ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരു സീരിയസ് അവസ്ഥ മോഡ് ഓഫ് ഡെലിവറി എങ്ങനെ? സിസേറിനാണോ അതോ നോർമൽ ഡെലിവറി ആണോ കൂടുതൽ അഭികാമ്യം? പലപ്പോഴും അത് ഗർഭസ്ഥ ശിശുവിനെ വിപരീതമായി ബാധിക്കും. അപ്പോൾ പല സമയങ്ങളിലും നമുക്ക് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുട്ടിയെ പുറത്തിറക്കേണ്ടി വരും. കാര്യം പലപ്പോഴും കുട്ടിയുടെ മരണത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഈ ബ്ലഡ് ഒക്കെ ഭയങ്കര കുറഞ്ഞ് അങ്ങനെ ഒരു പെട്ടെന്ന് പേഷ്യൻ്റ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറില്ലേ? ഒരു കൊയാഗുലോപ്പതി എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് പലപ്പോഴും രോഗികൾ പോകാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കരളിൻ്റെ പ്രവർത്തനം ഇല്ലായ്മ കാരണമാണ് ഒരവസ്ഥയിലോട്ട് രോഗി പോകുന്നത്. സാർ, ഈ അക്യൂട്ട് ഫാറ്റി ലിവർ പ്രഗ്നൻസി എന്നൊരു കണ്ടീഷൻ കേട്ടിട്ടുണ്ട്. അതും ഈ ഹെപ്പറ്റൈറ്റിസ് ഈ വൈറസുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുണ്ട്? അതോ പ്രസൻറ്റേഷൻ രണ്ടിൻ്റെ ഒരുപോലെയാണോ? അല്ല, അത് രണ്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള വൈറസാണ്. അക്യൂട്ട് ഫാറ്റി ലിവർ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ടുള്ള തകരാറ് കാരണം ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഓക്കെ. സാർ, ഒരു പ്രാവശ്യം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അക്യൂട്ട് ഫാറ്റി ലിവർ പ്രഗ്നൻസി വന്നിട്ട് ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കഴിഞ്ഞ് രണ്ടാമതൊരു പ്രഗ്നൻസി ആകാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ അവർ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഒരിക്കലും പ്രഗ്നൻസി ആകാൻ പാടില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ മദറിൻ്റെ ഡെത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സാറിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായ ഒരു തകരാറാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇതിനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകകൊണ്ട് പിന്നെ അവർ നോക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും രണ്ടാമത്തെ പ്രഗ്നൻസിയിലോട്ട് പോകാതിരിക്കും നല്ലത്. സാർ, പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനൊക്കെ പറഞ്ഞല്ലോ, അത് അതായത് HBsAg പോസിറ്റീവ് ആയതാണ്. അത് സാധാരണ രീതിയിൽ പ്രഗ്നൻസിയിൽ കണ്ടു. അപ്പോൾ നമ്മൾ അവർക്ക് ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ വല്ലതും പ്രഗ്നൻസിയിൽ എടുക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രഗ്നൻസിയിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വാക്സിനേഷൻ റോളില്ല. ഒരു റോൾ കുട്ടികൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൊടുക്കുകയാണ് പ്രധാനമായിട്ടുള്ളത്. കുട്ടിയിലോട്ട് പകരാനുള്ള സാധ്യതയുണ്ടോ? കുട്ടികളിലോട്ട് പകരാൻ സാധ്യതയുണ്ട്. അതിന് എതിരായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടേതായ പ്രത്യേക തരത്തിലുള്ള ഗുളികകളുണ്ട്. അത് ഗർഭിണികൾക്ക് 28 ആഴ്ച മുതൽ കൊടുത്തു തുടങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ പുതിയ ഗുളികൾ പുതിയ ഗുളികൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് 28 ആഴ്ച മുതൽ പ്രസവം കഴിഞ്ഞ് 3 മാസം വരെ കൊടുക്കേണ്ടിയിരിക്കുന്നു. സാറിന് ഇത്ര ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ സാർ സീരിയസ് ആയിട്ടുള്ളൊരു ലിവർ ഡിസോർഡർ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനെ, പ്രഗ്നൻസി പേഷ്യൻറ്റിനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാറ്റി ലിവർ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരവസ്ഥ വന്ന് രോഗി അധികം ഗുരുതരാവസ്ഥയിലായി. പിന്നെ പ്ലാസ്മ ഫെറസിസ് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെയാണ് ഒരു രോഗി രക്ഷപ്പെടുത്തിയത്. കാരിത്താസ് തന്നെയാണ് ചെയ്തത്. ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. സാധാരണ ഈ ഒരു അവസാന ടൈംസിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ വൈറസ് മറ്റേണൽ മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മറ്റേണൽ മോർട്ടാലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ നമ്മളിവിടെ ഹെപ്പറ്റൈറ്റിസ് സി വളരെ വിരളമാണ്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഗർഭിണികൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങൾ വളരെ അപൂർവമായിട്ട് നമ്മുടെ ആശുപത്രികളിലൊക്കെ കണ്ടുവരുന്നുള്ളൂ. പ്രഗ്നൻസിയിൽ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൂടിയിട്ട് ലിവറിൻ്റെ ഒക്കെ ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ട് ഒരു രീതിയിലുള്ളൊരു മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാവില്ല, ഹെൽപ്പ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് സാറിനൊന്ന് പറയാമോ? എക്ലാംസിയ പ്രഗ്നൻസി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും പ്രഷർ പെട്ടെന്ന് കൂടുന്നു, യൂറിനിൽ കൂടെ അമിതമായിട്ട് ആൽബുമിൻ പോകുന്നു, ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടുന്നു, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. ഇതും വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ നമുക്കത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ പൂർണ്ണമായി ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ഒരു തകരാറുമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. സാർ, ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും വാക്സിനേഷനെ കുറിച്ച് സാറിന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഹെപ്പറ്റൈറ്റിസ് എയും ബിയുടെയും വാക്സിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പലപ്പോഴും ഈ വാക്സിനേഷൻ എടുക്കുന്നവർക്ക് 100% ഈ വൈറസ് കൊണ്ടുള്ള മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലിട്ട് പോകുന്ന സ്ത്രീകൾ, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും വാക്സിനേഷൻ തീർച്ചയായും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു സാർ.
മീറ്റ് ദ എക്സ്പെർട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ടോം കുര്യൻ സാറിനെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വീണ്ടും അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.